കിലോ ചിക്കൻ മേടിച്ചിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കിക്കൊണ്ടു. ഇത് തേങ്ങ ചോറിനോടൊപ്പം പഴയ കാലത്തൊക്കെ മല്ലിയും മുളകും ഒക്കെ വറുത്തരച്ചിട്ടാണ് വെക്കുന്നത്. മല്ലി ഇട്ടൊന്നും മല്ലി ചാലിക്കണം, മുളക് ഇടുകയാണ്, കുറച്ച് കുരുമുളക് കൂടി ഇടുകയാണ്. ഇനി ഇതൊന്ന് വറുത്തെടുക്കട്ടെ. മല്ലി മുളകും വറുത്തെടുത്തിട്ടുണ്ട്. തേങ്ങയുണ്ട്, അത് നന്നിച്ചരക്കണം. കുറച്ച് മഞ്ഞപ്പൊടി ഇടുകയാണ്. മല്ലി മുളകും വറുത്തിട്ട് തിരുമ്പുകയാണ്. അതിലേക്ക് ഒഴിക്കുകയാണ്. ഇതിൽ കുറച്ച് ഉപ്പ് കൂടി ഇടുകയാണ്. എഞ്ചി നുറുക്കിയത് കൂടി ഇടുന്നുണ്ട്. ഇനി ഇത് അടച്ച് വെക്കേണ്ട കുട്ടികളെ, വെള്ളം തന്നെ ഉണ്ടാവും. ഇതില് ഒന്ന് ഇളക്കി നോക്കട്ടെ. ഇനി തേങ്ങ അരച്ചത് പാതിയാണ്. ചിക്കൻ കറിയൊക്കെ വെന്തു. പണ്ട് ഇങ്ങനെയാണ് എൻ്റെ അമ്മ വെച്ച് തന്നിരുന്നത്. ഒന്നിങ്ങനെ വെച്ച് നോക്കി കഴിക്കട്ടെ വെച്ചിട്ടാണ്. ഇനി ഒന്ന് തിളക്കട്ടെ കുട്ടികളെ. മസാല ചേർത്ത വയറ്റിനൊന്നും സുഖം ഉണ്ടാവില്ല. അപ്പം ഇങ്ങനെ തന്നെ ഉണ്ട് കൂട്ടി വെക്കുന്നുണ്ട് എല്ലാവരും. ഒന്ന് തിളച്ചിട്ടുണ്ടെങ്കിൽ വാങ്ങുകയാണ്. കുറച്ച് കരുവേപ്പിൻ്റെ അരി ഇടുന്നുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കുക. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതിലേക്കുള്ള ഉള്ളി വറുത്തിടുകയാണ്. എണ്ണ ചൂടായി, ഇനി ഉള്ളി ഇടുകയാണ് വറുത്തിടാൻ. ഇങ്ങനെയാണ് ചിക്കൻ കറി വയ്ക്കുക കുട്ടികളെ. കുട്ടികൾക്ക് കുറച്ച് കൊടുക്കട്ടെ. കുട്ടികളെ ചിക്കൻ കറി വന്നാലേ കഴിച്ചോളും. കഴിച്ചോളും കുട്ടികളെ. അച്ഛമ്മ സൂപ്പർ ആയിട്ടുണ്ട് ചിക്കൻ.